ആകാശത്തിലെ വേഗപ്പൂട്ടുകളൊക്കെ ഭേദിച്ച് തിരൂർ നടുവിലങ്ങാട്ടുകാരൻ ഷാനവാസിന്റെ പ്രാവുകൾ 1000-ലധികം കിലോമീറ്ററുകൾ താണ്ടിയാണ് റേസിംഗ് ഹോമർ പ്രാവ് മത്സരത്തിൽ ചാമ്പ്യനായിരിക്കുന്നത്. ഒറ്റപ്പറക്കലിൽ 28 മണിക്കൂർ കൊണ്ട് ഈ 2 വയസ്സുകാരൻ താണ്ടിയത് 1000 കിലോമീറ്ററാണ്. അതിവേഗ റെയിൽപാതയൊക്കെയാണ് ഇപ്പോൾ ചർച്ച. എത്ര സമയം കൊണ്ട് എവിടെ എത്തും എന്നൊക്കെ ചർച്ച ഇങ്ങനെ നടക്കുമ്പോൾ മുംബൈയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അതും ഒരു ദിവസം കൊണ്ടാണ്. 16 മണിക്കൂർ എടുത്തു പറക്കാൻ. അങ്ങനെ പറന്നെത്തിയ ഒരാളുണ്ട് ഇവിടെ. ഷാനവാസ്കയുടെ സ്വന്തം റെക്കോർഡ് ഹോൾഡറായ പ്രാവാണിത്. ഷാനവാസ്ക ഒരു റെക്കോർഡ് ഇട്ട ആളാണ് നിങ്ങളെ കൂടെ ഉള്ളത് അല്ലേ? എല്ലാവർക്കും ഒരു കൗതുകമാണ്. ഇത്ര ദൂരം എങ്ങനെയാണ് അറിയാത്ത സ്ഥലത്തു നിന്നൊക്കെ എങ്ങനെ വരിക എന്നൊക്കെ. എന്താണ് അതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞത്? അപ്പം എൻ്റെ കയ്യിലുള്ളത് ശരിക്കും റേസിംഗ് പിജിയനാണ്. ഇവർക്ക് തിരിച്ചെത്താനുള്ള, അതായത് ഉടമസ്ഥൻ്റെ അടുത്തേക്ക്, യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചെത്താനുള്ള കഴിവുള്ള ബേഡുകളാണ് റേസിംഗ് പിജിയൻ എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് 5ാമത്തെ വർഷമാണ് റേസിൽ പങ്കെടുക്കുന്നത്. ഈ പിജിയൻ റേസിൽ ആദ്യമായിട്ടാണ് 1000 കിലോമീറ്റർ റേസിൽ പങ്കെടുക്കുന്നത്. പക്ഷെ അതിൽ എല്ലാവർക്കും സെക്കൻഡ് ബേഡ് വന്നിട്ടുണ്ട്. 1000 കിലോമീറ്ററിന് സെക്കൻഡ് ബേഡുകൾ റീച്ച് ആയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഈ ബേഡ് ശരിക്കും പറഞ്ഞാൽ വേഗത്തിലെത്തി എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മളതിൽ തിരിച്ചെത്തി. ഇത്തരം ഇങ്ങനെ 1000 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ച് വരിക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്. അതെങ്ങനെയാണ് ഇങ്ങനെ കണ്ടെത്തും? പ്രാവുകളുടെ രീതി തന്നെയാണ്. ഇതിനെ നമ്മൾ ചെറുപ്പം മുതലേ ഇവർക്കുള്ള ട്രെയിനിങ് കൊടുക്കണം. കാലത്തും വൈകിട്ടും പുറത്തേക്ക് പറക്കാനായിട്ട് വിടണം. അത് കഴിഞ്ഞ് അവർ ദൂരെ പറന്നു പോകും. നമ്മൾ കാണാത്ത ദൂരത്തേക്ക് പോകും. വലിഞ്ഞ് പറക്കെന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ നമ്മളവരെ ബാസ്ക്കറ്റ് ചെയ്തിട്ട്, അതായത് കൊട്ടയിലെടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുവിടണം. ഒരു 5 കിലോമീറ്റർ, അത് കഴിഞ്ഞ് 10 കിലോമീറ്റർ, പിന്നെ 20, 40, 60 അങ്ങനെ ഒറ്റയ്ക്ക് നമ്മളത് അങ്ങനെ ഒരു 60 കിലോമീറ്റർ വരെ സ്വന്തം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ക്ലബ്ബിൽ റേസിന് തയ്യാറായിട്ടുള്ള ആളുകളുണ്ടാവും ഇതേപോലെ തന്നെ. അപ്പോൾ അവരെ എല്ലാവരും കൂടെ ഇതേപോലെ ബേഡുകളെ ഒന്നിച്ച് ഒരാളെ ഏൽപ്പിച്ചിട്ട് അയാളെ കൊണ്ടുവിടും ബാക്കിയുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ 1000 കിലോമീറ്റർ നേരെ നമ്മൾ 1000 കിലോമീറ്ററിലേക്ക് കൊണ്ടുവിടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 200 കിലോമീറ്റർ ചെയ്ത്, അത് കഴിഞ്ഞ് 300 കിലോമീറ്റർ, അത് കഴിഞ്ഞ് 400 പ്ലസ്, പിന്നെ അത് കഴിഞ്ഞ് 550, 750. ഈ 750 പറന്നു വന്നിട്ടുള്ള ബേഡാണ്. മഹാരാഷ്ട്രയിൽ 2 ആഴ്ച മുമ്പ് 750 കിലോമീറ്റർ പറന്ന് 5ാം സ്ഥാനത്തായിരുന്നു ഇയാൾ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ 1000 കിലോമീറ്ററിൽ മുംബൈയിലെ കുഡൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് തുറന്നു വിട്ടിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് തലേ ദിവസം, അതായത് നമ്മൾ പിറ്റേ ദിവസം തന്നെ ആൾ റീച്ചായി എന്നുള്ളതാണ്. ഇനിയും റെക്കോർഡുകളൊക്കെ കീഴടക്കി ഈ പ്രാവുകൾ ഇങ്ങനെ ഉയർന്നു പറക്കുമ്പോൾ ഷാനവാസ്കയ്ക്കാണ് നിർവൃതി. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമൃതനാഥ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. അരുൺ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു 1000 കിലോമീറ്റർ താണ്ടി റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്, അങ്ങനെ വിജയിച്ച് വന്നു എന്നുള്ളത്. അപ്പോൾ ഈ 1000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മത്സരത്തിന്റെ ഘടന എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഷാനവാസ് ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോഴും ഏത് സ്ഥലത്ത് വരെ പോയിട്ടാണ് ഈ തിരിച്ചു വന്നത് എന്നൊക്കെ കേൾക്കുമ്പോഴും വലിയ അത്ഭുതമാണ്. ഇങ്ങനൊരു സംഭവം കേൾക്കുമ്പോൾ ആദ്യം എന്തായിട്ട് തോന്നിയിട്ടുണ്ടാവും, ഒരു ആശ്ചര്യമല്ലേ? അത് തന്നെയാണ് ഒരു വാർത്താലോകത്തും സംഭവിച്ചത്. എന്താണ് ഈ സംഭവം, എന്താണ് ഈ പ്രതിഭാസം എന്നൊക്കെ അറിയാൻ ഗൂഗിളിലൊക്കെ തപ്പിയതൊക്കെ നിരവധി പേരായിരിക്കും. ആദ്യം തന്നെ 2 വരി ക്യാപ്ഷൻ കാണുമ്പോൾ ഈ മുംബൈയിൽ നിന്ന്, താനെയിൽ നിന്ന് തിരൂര് വരെ പറന്നെത്തി റെക്കോർഡ് ഇട്ടു എന്നൊക്കെ കാണുമ്പോൾ എന്താണ് ഈ സംഭവം എന്നായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുക. അതൊരു 2 വയസ്സുള്ള പ്രാവാണ്, റേസിംഗ് ഹോമർ ഇനത്തിൽപ്പെട്ട ഒരു പ്രാവാണ്. 1000 കിലോമീറ്ററിൻ്റെ ഒരു പറത്തൽ മത്സരം നടത്തി. ആശാൻ ഒരു 27 മണിക്കൂർ കൊണ്ട് എത്തി. അതിൽ പറക്കാനെടുത്ത സമയം അത്രയും ഉണ്ടായില്ല. വിശ്രമമൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ പറക്കാറില്ല എന്നുള്ളതൊക്കെയാണ് പ്രാവിൻ്റെ ഉടമയായ ഷാനവാസ്ക നമ്മളോട് പറഞ്ഞത്. എന്തായാലും വലിയൊരു അത്ഭുതം ഉണ്ടാക്കുന്ന, കൗതുകമുള്ള ഒരു സംഭവത്തിന് അപ്പുറത്തേക്ക് ഈ ഷാനവാസ്കയുടെ ഒരു പാഷൻ കൂടി നമ്മളവിടെ എത്തിയപ്പോൾ കണ്ടു മനസ്സിലാക്കേണ്ടത്. 60-ന് മുകളിൽ പ്രാവുകൾ അവിടെയുണ്ട്. അപ്പോൾ ഇതിനായി കൂടി സമയം കണ്ടെത്തുകയാണ്. മറ്റ് ജോലി തിരക്കിനിടയിൽ കൂടി ഇതൊരു പാഷനായി മുന്നോട്ട് പോവുകയാണ്. ഷാനവാസ്ക പറയുന്നുണ്ട് വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചല്ല, പക്ഷേ ഒരു പാഷനായി തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ 250 കിലോമീറ്ററിൻ്റെ മത്സരം നടത്തും, 500 കിലോമീറ്ററിൻ്റെ മത്സരം നടത്തും, 750 എത്തും. അങ്ങനെയാണ് 1000-ലേക്ക് വന്നു. 1000-ൻ്റെ ടൂർണമെൻറ്റിലേക്ക് പങ്കെടുക്കുമ്പോഴാണ് ഈ 1ാം സ്ഥാനം അടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 750 വരെ പങ്കെടുത്തിരുന്നു. മഹാരാഷ്ട്രയിലെ താനെയിൽ നിന്നാണ് ഈ പ്രാവുകളെ പറത്തി വിട്ടത്. ഷാനവാസ്കയുടെ തന്നെ 9 പ്രാവുകളുണ്ട്. അതിൽ ആദ്യം എത്തിയത് ഈ 2.5 വയസ്സുകാരനായ പ്രാവാണ്.
എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ സൈബർ ലോകത്തൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ രീതിയിൽ ഇത് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എത്തിയ പോലെയൊക്കെയാണ് നമ്മൾ ഈ വാർത്ത കൊണ്ടാടുന്നത്. മുംബൈയിൽ നിന്ന് പറന്നെത്തിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഒരാൾ. അത് ഈ ആഗ്രഹങ്ങളൊക്കെ ഷാനവാസ്കയുടെ പാഷൻ ഇതേപോലെ തന്നെ ഉയരത്തിൽ ഇങ്ങനെ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് അവർ പരിശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഇതിപ്പോൾ രണ്ടാമത്തെ ആളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതേ തത്സമയം റിപ്പോർട്ടറിൽ തൃശ്ശൂരിൽ നിന്നും അഭിലാഷ് എന്ന് പറയുന്ന ആളും പുള്ളിക്കാരന്റെ പ്രാവുകളും ആ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മൾ കേൾക്കുന്നത്. ഇതാ ഇപ്പോൾ തന്നെ ഷാനവാസ് എന്ന് പറയുന്ന ഒരാള്, പുള്ളിയുടെ പ്രാവുകൾ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയല്ലേ.